ചേട്ടാ കഴിക്കാൻ എന്താ ഉള്ളത്? ദോശ ഓംലെറ്റും വേണമെങ്കിൽ തരാം. ഇന്ന് വിഷു ആയതുകൊണ്ട് വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ദോശ മതി. എന്നാ അകത്തേക്ക് ഇരുന്നു. വാ വാ. ഇതെന്താ ആരും കഴിക്കാത്തത്? ഇത്തവണ നമ്മുടെ വിഷു ഇങ്ങനെയാ. ഏത് തെരുവിലായാലും നമ്മൾ ഒന്നിച്ചുണ്ടല്ലോ മക്കളെ, അതുപോരെ? കഴിക്കടി. കഴിക്ക്. കഴിക്കച്ചാ. നാട്ടിലെത്തുമ്പോ എല്ലാരും ചോദിക്കില്ലേ മോളെ കാണാൻ പോയിട്ട് എന്താ വിശേഷം? എങ്ങനെ എല്ലാരും സ്വീകരിച്ചെന്ന്? അതൊന്നും കുഴപ്പമില്ല മോളെ. കുറച്ചു നേരത്തെ നല്ല ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ. ചോദിക്കുന്നവരോട് പറയാൻ അത് മതി. മോളെ, നീ സൂക്ഷിക്കണം കേട്ടോ. നിന്നെ ഇവിടെ നിർത്തിയിട്ട് ഉരുകുന്ന മനസ്സോടെയാ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. എല്ലാരും കഴിക്കേ. നല്ല പണി കാണിച്ചത്. നിങ്ങളെന്താ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നേ? ഞാൻ നിങ്ങളോടൊപ്പം ഊണ് കഴിക്കാൻ വേണ്ടിയല്ലേ തിരക്ക് പിടിച്ച് ഓടി വന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യുന്നേ? പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സർ? കഴിക്കുന്ന ഭക്ഷണത്തിന് മുന്നിൽ ഇറക്കി വിട്ടാ പിന്നെ എന്താ ചെയ്യേണ്ടത്? കാർത്തു, അവിടെ എന്താ സംഭവിച്ചത്? അവിടെ എന്താ സംഭവിച്ചെന്ന് പറ മോളെ. അറിഞ്ഞിട്ട് എന്തിനാ സർ? സാറിന് സാറിന്റെ അമ്മയെ ദേഷ്യം പിടിപ്പിക്കണം. അത് സാറ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപ് അതിന്റെ വേദന മുഴുവൻ അനുഭവിക്കേണ്ടി വന്നാൽ ഞാനാ. ഇപ്പൊ എന്റെ കുടുംബവും
ഇനി സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? സാറിന്റെ വഴിക്ക് പോ. ദുരന്തങ്ങൾ എപ്പോഴും ഞങ്ങൾക്കേ ഉള്ളൂ. നന്ദിനി, ഇത് ശരിയാവില്ല. നിങ്ങളെല്ലാം വണ്ടി കയറ. വേണ്ട, സാറ് പോയിക്കോളൂ. അവിടെ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാറിനെ കാത്തിരിക്കുന്നുണ്ടാവും. ഒരു വിശേഷ ദിവസമല്ലേ, വീടുള്ളവര് വീടിനകത്ത് ആഘോഷിക്കണം, വീടില്ലാത്തവര് തെരുവിൽ ആഘോഷിക്കണം. അത് കറക്റ്റാ. നന്ദിനി, ഞാൻ പറയുന്നത് കേൾക്ക്. വേണ്ട സാർ, ഇനി ഇവരെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി ഒരു ബഹളം വെക്കാൻ പറ്റില്ല. എനിക്കിവരെ ഇനി നാണം കെടുത്താൻ പറ്റില്ല. ശരി, എങ്കിൽ നിങ്ങൾ കഴിച്ചു തീർക്ക്, ഞാൻ കൊണ്ടുവിടാം. സാർ അതിന് ബുദ്ധിമുട്ടണ്ട, അവർക്ക് പോകാനറിയാം. നന്ദിനി, തന്റെ കുടുംബം വന്നിറങ്ങിയത് മുതൽ ഞാനൊരു വാക്ക് ഇവരോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. സ്നേഹത്തോടെ അല്ലാതെ പെരുമാറിയിട്ടില്ല. അറ്റ്ലീസ്റ്റ് ഇവരെ കൊണ്ട് വിടാനെങ്കിലും എന്നെ ഒന്ന് അനുവദിച്ചൂടെ? മുത്തശ്ശി, അച്ഛാ ഒന്ന് പറഞ്ഞു കൊടുക്ക്. മോളെ, സാറ് പറയുന്നത് ശരിയല്ലേ? നമുക്ക് സാറിന്റെ കൂടെ പോവാം. വേണ്ട സർ. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. വണ്ടി കയറും. വാ. എത്രയായി? 250. വേണ്ട അച്ഛാ, കാശ് കൊടുക്ക്. ഇന്ന് വിശ്വാസ്, ഇന്നത്തെ ഭക്ഷണമെങ്കിലും അവര് നാണം കെടാതെ കഴിക്കട്ടെ. ഇവര് ബസ് സ്റ്റാൻഡിലേക്ക് വിടാനല്ലേ പറഞ്ഞത്? എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? പോകാം. അതിനു മുമ്പ് എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. സാർ എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഇവരെ ഇനി നാണം കെടുത്താനാണോ സാർ ഉദ്ദേശിക്കുന്നത്? ഒരാളെ ഇവരെ നാണം കെടുത്തില്ല സാറേ. അച്ഛനൊന്നും മിണ്ടാതിരിക്കും. നിങ്ങളെ അപമാനിച്ചു വിട്ടു എന്ന് പറഞ്ഞാലേ അത് എന്നെ അപമാനിച്ചതിന് തുല്യ.